ഒരു മാസം പോലുമില്ല ലോകം കാത്തിരിക്കുന്ന വേൾഡ് കപ്പിന് വേണ്ടി. 48 ടീമുകൾ പങ്കെടുക്കുന്ന വേൾഡ് കപ്പിൽ ആര് ചാമ്പ്യന്മാരാകുമെന്ന കാത്തിരിപ്പിലാണ് ലോകം. ഫുട്ബോൾ പണ്ഡിറ്റുകളും അനലൈസർമാരും ജേർണലിസ്റ്റുകളും എല്ലാം ഓരോരോ പ്രഡിക്ഷനുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ, AI കമ്പനികൾ എന്നിങ്ങനെ തുടങ്ങി പല വമ്പന്മാരും ആരായിരിക്കും വേൾഡ് കപ്പിലെ ചാമ്പ്യന്മാരെന്ന് പ്രവചിച്ചുകൊണ്ടിരിക്കുകയാണ്. 2022 ഖത്തർ വേൾഡ് കപ്പ് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അർജന്റീനയുടെ സ്ക്വാഡ് വാല്യൂ അത്ര മികച്ചതൊന്നുമായിരുന്നില്ല. എങ്കിലും സ്കലോണിക്ക് കീഴിലുള്ള അർജന്റീന അതിഗംഭീര പ്രകടനമായിരുന്നു വേൾഡ് കപ്പിന് മുന്നേ വരെ നടത്തിയത്. അതുകൊണ്ട് തന്നെ ChatGPTയും സൂപ്പർ കമ്പ്യൂട്ടറും അടക്കം നിരവധി പേർ അർജന്റീന 2022 ഖത്തർ വേൾഡ് കപ്പിലെ ലോക ചാമ്പ്യന്മാരാകുമെന്ന് പ്രവചിക്കുകയുണ്ടായി. ആദ്യ മത്സരത്തിൽ തന്നെ സൗദിയോട് പരാജയപ്പെട്ട് അർജന്റീന നാണം കെടുകയാണെന്ന് തോന്നിച്ചെങ്കിലും ഒരു രാജകീയ തിരിച്ചുവരവ് നേടിക്കൊണ്ട് 2022 ലോക ചാമ്പ്യന്മാരാകാൻ അർജന്റീനക്ക് കഴിഞ്ഞിരുന്നു. പ്രവചനങ്ങൾ പലതും ശരിയായിരുന്നു. ഇപ്പോഴിതാ വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു വേൾഡ് കപ്പ് എത്തിയിരിക്കുകയാണ്. പല മാധ്യമങ്ങളും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മാധ്യമങ്ങൾ പറയുന്നത് ആര് ചാമ്പ്യന്മാരാകുമെന്ന് നോക്കാം. നിലവിൽ നിരവധി പ്രവചനങ്ങളാണ് ഫുട്ബോൾ ലോകത്ത് നിന്ന് പുറത്തു വന്നിട്ടുള്ളത്. ഭൂരിഭാഗം പേരും ആർക്കൊപ്പമാണുള്ളത്, ആരാണ് സാധ്യതാ പട്ടികയിൽ മുൻപന്തിയിലുള്ളത് എന്നാണ് നോക്കാൻ പോകുന്നത്. അമേരിക്കയിലെ ബാങ്ക് ഓഫ് അമേരിക്കയുടെ പ്രവചനമാണിപ്പോൾ ശ്രദ്ധേയമാകുന്നത്. 2026 ലോകകപ്പ് ആഗോള സാമ്പത്തിക വിപ്ലവത്തിന് കാരണമാകും. നിലവിൽ ഫ്രാൻസ് ആയിരിക്കും വേൾഡ് കപ്പ് വിജയിക്കുക. സൂപ്പർ താരമായ എംബാപ്പെ ഗോൾഡൻ ബൂട്ടും സ്വന്തമാക്കും. GDP $41 ബില്യൺ വർദ്ധിപ്പിക്കുകയും വേൾഡ് കപ്പ് 8 ലക്ഷത്തോളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും ബാങ്ക് ഓഫ് അമേരിക്ക കൃത്യമായി പ്രവചിക്കുന്നു. ഇതോടുകൂടി തന്നെ ട്രംപ് വലിയൊരു സാമ്പത്തിക ഉയർച്ച നേടുകയും ചെയ്യുന്നു എന്ന് ഇവർ പറയുന്നു. ഇതിനെല്ലാം പുറമെ ChatGPTയുടെ OpenAI, സൂപ്പർ കമ്പ്യൂട്ടർ ഇവരെല്ലാം പ്രവചിക്കുന്നത് ഫ്രാൻസ് വേൾഡ് കപ്പ് നേടുമെന്നാണ്. Goal.comന്റെ അവസാന പവർ റാങ്കിങ്ങിലും Goal.com നൽകിയത് ഫ്രാൻസിനാണ് 1ാം സ്ഥാനം. ഫേവറേറ്റ് ലിസ്റ്റിലെ മുൻപന്തിയിൽ തന്നെ നിലവിലെ ലോക റണ്ണേഴ്സപ്പുകളായ ഫ്രാൻസ് ഉണ്ട്. തുടർച്ചയായ 3ാം ഫൈനലാണ് ഫ്രാൻസ് കളിക്കുക എന്നും ഇത്തവണ വീണ്ടും കിരീടം നേടുമെന്നുമാണ് പ്രവചനം. ഏതായാലും പ്രവചനങ്ങൾ ശരിയാകുമോ? പ്രവചനങ്ങളെല്ലാം കാറ്റിൽ പറന്നു പോകുമോ? ഏതായാലും കാത്തിരിക്കുകയാണ് ഫുട്ബോൾ ലോകം. നിലവിൽ ഫ്രാൻസിന് പുറമെ യൂറോ ചാമ്പ്യന്മാരായ സ്പെയിനെയും നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയെയും പിന്നെ ഓറഞ്ച് പടയായ നെതർലാൻഡിനെയും ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലിനെയും എല്ലാം വേൾഡ് കപ്പ് നേടാനുള്ള സാധ്യത പട്ടികയിൽ മുൻപന്തിയിലുള്ളവരാണ്. ഒരുപാട് പ്രവചനങ്ങൾ ഇവർക്ക് അനുകൂലമായും വന്നിട്ടുണ്ട്. ഇത്തവണ വേൾഡ് കപ്പിൽ ആർക്കായിരിക്കും അട്ടിമറി വിജയം നേടാൻ സാധിക്കുക? ഏത് വമ്പന്മാരായിരിക്കും ഗ്രൂപ്പ് റൗണ്ട് പോലും കടക്കാതെ തകർന്നടിയുക? ആരായിരിക്കും ലോക ചാമ്പ്യന്മാരാവുക? നിങ്ങളുടെ പ്രവചനങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് നൗ.